നീ ഇത്രയും നാൾ എവിടെയായിരുന്നു? ഞാൻ അയാളുടെ കൂടെ. ഞാനെല്ലാം അറിഞ്ഞായിരുന്നു. എങ്ങനെ? നിന്റെ ആളുടെ ഫ്രണ്ട് പറഞ്ഞു. അതൊക്കെ പോട്ടെ, എന്താ നിനക്ക് പറ്റിയത്? അത് പിന്നെ യൂങ്കി. എന്താടാ യൂങ്കി? അത് അത് പിന്നെ എന്താണെങ്കിലും പറഞ്ഞോടാ, എൻ്റെ അടുത്തല്ലേ, പറഞ്ഞു നീ. യൂങ്കി, ഐ എം പ്രഗ്നൻറ്റ്. ആഹാ, കൺഗ്രാറ്റുലേഷൻസ്, ഹാപ്പി ന്യൂസ് ആണല്ലോടാ. നീ എന്തിനാണ് കരയുന്നത്? അല്ലടാ, നീ വിചാരിക്കും പോലെ അയാളുടെ കൂടെ ഞാൻ ഒളിച്ചോടി പോയതല്ലടാ. പിന്നെ അയാൾ എന്നെ കിഡ്നാപ്പ് ചെയ്തതാടാ. എന്തിനത്തെ? അയാളുടെ ബെഡ്മേറ്റ് ആയിരിക്കാൻ വേണ്ടി. എന്തൊക്കെയാ നീ പറയുന്നത്? സത്യമാടാ, അതിൻ്റെ ഇടയ്ക്ക് വെച്ച് വേറെ ചില പ്രോബ്ലങ്ങളുണ്ടായി. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അയാൾക്കറിയോ നീ പ്രഗ്നൻ്റ് ആണെന്ന്? ഇല്ല, അറിയില്ല. അയ്യോ, അത് പറയണ്ടേ? വേണ്ട, ഈ കുഞ്ഞിനെ ഒറ്റയ്ക്ക് വളർത്താൻ എനിക്കറിയാം. ഒരു മാവിയാണ് ഈ കുഞ്ഞിൻ്റെ അച്ഛനെന്ന് പുറം ലോകം അറിയുന്നതിനേക്കാളും നല്ലത് അച്ഛനില്ലാതെ വളരുന്നത്. ഓക്കെ യുങ്കി, അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനിപ്പോൾ വന്നത് ഒരു കാര്യം പറയാനാണ്. ഞാൻ ഇന്ന് ഈവനിങ് വേറെ കൺട്രിയിലേക്ക് പോകും. വേറെ കൺട്രിയിലേക്കാ? എവിടേക്കാടാ? സോറി യുങ്കി, അത് പറയാൻ പറ്റില്ല. അത് നിൻ്റെ അടുത്തുള്ള ഇഷ്ടക്കുറവൊന്നും കൊണ്ടല്ല, അയാളോടുള്ള പേടി കാരണം. യുങ്കി, ഞാൻ വായിച്ച ബുക്കിലെ കഥ തീർന്നു പോയടാ. ആ കഥ സത്യമാണെന്ന് കരുതി ഞാൻ വിശ്വസിച്ചു. പിന്നെ മനസ്സിലായത് അതൊരു ഫേക്ക് സ്റ്റോറിയാണെന്ന്. എന്നാലും ആ കഥ എന്നെക്കൊണ്ട് തിരുത്തി എഴുതാൻ പറ്റുമെന്ന് ഞാൻ കരുതി. ബട്ട് പിന്നീടാണ് മനസ്സിലായത് അങ്ങനൊരു കഥയേ ഇല്ല. അത് വെറുമൊരു എൻ്റെ ഇമാജിനേഷൻസ് മാത്രമാണെന്ന്. നീ കരയാതെടാ. നീ എവിടെ ആയാലും ഹാപ്പി ആയിട്ട് ഇരുന്നാൽ മതി. നിനക്ക് എപ്പോൾ എന്നെ കോണ്ടാക്ട് ചെയ്യാൻ തോന്നുന്നോ അപ്പം നീ കോണ്ടാക്ട് ചെയ്താൽ മതി. നിൻ്റെ ഒരു വിളിക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കും. യുങ്കി, താങ്ക്സ് യുങ്കി, താങ്ക്സ് എന്നെ നീ മനസ്സിലാക്കിയതിന്. പോട്ടടാ. സാർ ഇപ്പോൾ തന്നെ ഒരുപാട് കുടിച്ചു, വീട്ടിലേക്ക് പോകണ്ടേ? താൻ പോയിക്കോ. സാർ, അത് പിന്നെ പോവാനല്ലേ പറഞ്ഞത്? ഓക്കെ സാർ. നീ ഇപ്പം എവിടാടാ? ജെമിനി എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ നിന്നെ മറക്കണമെന്ന്. ഞാൻ സമ്മതിച്ചടാ. എനിക്ക് നിൻ്റെ മേൽ ഫീലിങ്സ് ഉണ്ടായിരുന്നടാ. നിൻ്റെ അടുത്ത് എൻ്റെ ബെഡ്മേറ്റ് ആയിരിക്കുമെന്ന് ഞാൻ ചോദിച്ചത് നിൻ്റെ അടുത്തുള്ള ഇഷ്ടം കൊണ്ടായിരുന്നടാ. എന്ത് ചെയ്യാനാ, ഞാനൊരു മാഫിയായി പോയില്ലേ. എനിക്ക് ഇങ്ങനെയൊക്കെ പെരുമാറാനേ അറിയത്തുള്ളടാ. നീ ഇപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടിയിട്ട് പതിയെ ഈ ഒരു മാഫിയ വേൾഡ് വിട്ട് പുറത്തേക്ക് വന്നേനായിരുന്നടാ. നീ ഇപ്പം എവിടാ? നീ ഇനി ഒരിക്കലും എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരത്തില്ലത്തേ. കരഞ്ഞു തീർന്നോ? ജിമിൻ, നീയോ? ഇനി ഇങ്ങനെ കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവൻ പോയി. എവിടേക്ക്? ഈ കൺട്രി തന്നെ വിട്ടു പോയടാ. ജിമി, സത്യമാടാ ഞാൻ പറഞ്ഞത്. ഞാൻ തേങ്ങിൻ്റെ ഫ്രണ്ടിനെ കണ്ടായിരുന്നു. അവൻ എൻ്റെ അടുത്ത് ഒരുപാട് ദേഷ്യപ്പെട്ടു. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞത്. എവിടേക്കാണ് അവൻ പോയത്? ഇല്ല, അത് അവനും അറിയത്തില്ല. ബട്ട് ജെയ്ക്ക് പ്രോബ്ലം അതല്ലടാ. എന്താടാ പ്രോബ്ലം? അത് പിന്നെ എന്താന്ന് വെച്ചാൽ പറഞ്ഞ് തൊലക്കടാ. അത് പിന്നെ പ്രഗ്നൻ്റ് ആടാ. വാട്ട്? അതെ ജെയ്ക്ക്, അവൻ പ്രഗ്നൻ്റാ. പ്രഗ്നൻ്റ് ആണെന്നോ? അവനിപ്പോൾ എവിടാടാ ഉള്ളത്? ഞാൻ എവിടാടാ പോയി ചെന്ന് തിരക്കേണ്ടത്? ജെയ്ക്ക്, കാം ഡൗൺ. നമുക്ക് എവിടാന്ന് വെച്ചാൽ അവനെ കണ്ടുപിടിക്കണം. എനിക്ക് അവനില്ലാതെ പറ്റില്ല. അവൻ പ്രഗ്നൻ്റടാ. അവൻ എന്തെങ്കിലും ചെയ്താ ഞാൻ സത്യമായിട്ട് ജിമിൻ
ഞാൻ പിന്നെ ജീവനോട് ഉണ്ടാവത്തില്ലടാ. എനിക്കെൻ്റെ തിരിച്ചു വേണടാ. ഞാൻ ഞാൻ ഞാനിനി എവിടെ പോയാടാ അവനെ കണ്ടുപിടിക്കേണ്ടത്? ജെ.കെ, നിനക്ക് ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ? എന്തിനാണ് ഇങ്ങനെ ഇരുന്ന് കരയുന്നത്? അവനെ നമുക്ക് എങ്ങനെയും കണ്ടുപിടിക്കാം. എന്തെങ്ങനെ നോക്കുന്നത്? അത് നിനക്ക് വേണ്ടി ഞാൻ വെയിറ്റിംഗ് ആയിരുന്നു. എന്തിനെ? എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. അയ്യോ വേണ്ട, നിങ്ങളൊക്കെ വലിയ മാഫിയല്ലേ, എപ്പോഴാണ് പിടിച്ചുകൊണ്ട് ടോർച്ചർ ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. പ്ലീസ്, ഐ ആം സീരിയസ്. ടേയിങ് എവിടാ? അറിഞ്ഞിട്ടെന്തിനാ ആ പാവത്തിന് പിടിച്ചുകൊണ്ടുവന്ന് നിങ്ങളുടെ ഫ്രണ്ടിന് കൊടുക്കാനോ ടോർച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട്? പ്ലീസ്, നീ വിചാരിക്കും പോലെ അല്ല കാര്യങ്ങൾ. ജെ.കെ അവനെ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിച്ചത്. എന്തൊക്കെ പറഞ്ഞാലും അയാൾ ചെയ്തത് തെറ്റ് തന്നെയാണ്. അതെ, തെറ്റ് തന്നെയാണ്. ആർക്കാണ് തെറ്റ് പറ്റാത്തത്? ആ തെറ്റ് തിരുത്താൻ അവനൊരു അവസരം കൊടുത്തൂടെ? ഓക്കെ, എനിക്ക് നിങ്ങളെ വിശ്വസിക്കാവോ? ആ, എന്നെ നിനക്ക് വിശ്വസിക്കാം. അവനിപ്പോൾ കൊറിയയിലുള്ള ഏതൊരു കമ്പനിയിൽ മോഡലായിട്ട് വർക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ആ, ഓക്കെ. പിന്നെ എന്നെ വിശ്വസിക്കാമെന്ന് ചോദിച്ചില്ലേ? ലൈഫ് ലോങ് ഞാൻ ഗ്യാരണ്ടി തരാം. എന്നെ വിശ്വസിക്കാം കേട്ടോ. കൂടെ കൂടുന്നോ? ആലോചിക്കാം. എന്തോന്ന്? ആ, ആലോചിക്കാന്ന്. ജെ.കെ, ടേങ്ങിനെ പറ്റി ഒരു ഇൻഫർമേഷൻ കിട്ടിയടാ. അവനിപ്പോൾ ഉള്ളത് കൊറിയയിലാണെന്ന് അറിഞ്ഞത്. അവൻ അവിടെ ഏതോ മോഡലായിട്ട് വർക്ക് ചെയ്യാണെന്ന്. ജെമിൻ, നീ പറഞ്ഞത് സത്യമാണോ? ആടാ, ഞാൻ പറഞ്ഞത് സത്യമാണ്. അങ്ങനെയാണ് അറിഞ്ഞത്. ഓക്കെ, എന്നാൽ പിന്നെ എനിക്ക് ഇന്ന് തന്നെ പോകണോടാ. ഇന്ന് തന്നെ പോകണം. ഫ്ലൈറ്റ് ബുക്ക് ചെയ്യണം. എത്ര പെട്ടെന്ന് തന്നെ എനിക്ക് എൻ്റെ തേട് അടുത്തെത്തണം.
வீசும் இது